ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ അങ്ങനെ എല്ലാവരും കാത്തിരുന്ന കീം 2026 ട്രയൽ അലോട്ട്മെൻറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. കുറച്ച് മുന്നേ വരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടായിട്ടുള്ള ന്യൂസൊക്കെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് കീമിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലും, അതായത് ഒഫീഷ്യൽ സൈറ്റിൽ കയറി നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അവർ ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ്റിന് എന്ന് പറയുന്ന സൈറ്റിൽ കയറിയിട്ട് കീം 2026 കാൻഡിഡേറ്റ് പോർട്ടൽ ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഒക്കെ കൊടുത്ത് ലോഗിൻ ചെയ്താൽ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്ന അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നൊരു പുതിയ ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നിലവിൽ ഏത് കോളേജിൽ അല്ലെങ്കിൽ ഏത് കോഴ്സിലാണ് സീറ്റ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും റാങ്കും വെച്ചുകൊണ്ടായിരിക്കും ആ ഒരു ലിസ്റ്റ് അവർ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് നോക്കാവുന്നതാണ്. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്കൊരു കോളേജ് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അത് തന്നെ നിങ്ങൾക്ക് 100% കിട്ടണം എന്നൊരു ചാൻസും ഇല്ല. ഇത് വേറൊരു ട്രയൽ മാത്രമാണ്. കാരണം ഇനി എല്ലാവരും അവരവരുടെ ട്രയൽ റിസൾട്ട് നോക്കി കഴിഞ്ഞതിന് ശേഷം അവരുടെ ഓപ്ഷൻസ് മാറ്റി, അതായത് അവർക്ക് ഇഷ്ടമില്ലാത്ത കോളേജസൊക്കെ ഡിലീറ്റ് ചെയ്യാനും അവർക്ക് താഴെ കിടക്കുന്ന ഓപ്ഷനുകളൊക്കെ മുകളിലേക്ക് വെക്കാനൊക്കെയുള്ള ടൈമുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കുട്ടികൾ ഇങ്ങനെ ഓരോ കോളേജസിൻ്റെ ഓപ്ഷൻസ് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുമ്പോൾ കട്ട് ഓഫ് റാങ്കിൽ വലിയ വ്യത്യാസങ്ങൾ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള കോളേജിനേക്കാൾ നല്ല കോളേജുകൾ നിങ്ങളുടെ ലിസ്റ്റിൽ താഴെ കിടപ്പുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് റീഅറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള കോളേജ് തന്നെ കിട്ടാനുള്ള ചാൻസും ഉണ്ട്. എനിക്ക് കിട്ടിയിട്ടുള്ള കോളേജ് എന്ന് പറയുന്നത് ആലപ്പുഴയിലുള്ള കേപ്പ് കോളേജാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജാണ് കിട്ടിയിട്ടുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ.